നിരാലംബര കവലംബമായവരുണ്ടോ? കുടുംബബന്ധം പരിപൂർണമായി ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതായ ഏതൊരു സാലിഹായ മനുഷ്യനുണ്ടോ, ഏതൊരു സാലിഹത്തായ ഉമ്മയുണ്ടോ, ഉലൈക ലഹും ഉഖബദ്ദാർ, ഉലൈക ലഹും ഉഖബദ്ദാർ. അവർക്കുള്ളതാകുന്ന വാസസ്ഥലം ഏറ്റവും മനോഹരമാണ്, മനോഹരമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനോഹരമായ സ്വർഗ്ഗം അല്ലാഹു സമ്മാനിക്കുന്നതാ. അവരോട് അല്ലാഹു പറയും, സന്തോഷത്തോടുകൂടി കടക്കണേ, ഖീല ദുഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അല്ലാഹു അതാ മലക്കുകൾ മുഖേന സലാം പറഞ്ഞുകൊണ്ട് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശീർവദിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയാണ്. സലാമുൻ അലൈക്കും ബിമാ സബറതും ഫനിഅമ ഉഖബദ്ദാർ. ദുനിയാവിൽ ഒരുപാട് ശ്രമിച്ചവരല്ലേ, കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പേരിൽ ഒരുപാട് പരിശ്രമിച്ചവരല്ലേ, ഒരുപാട് പ്രയാസം അനുഭവിച്ചവരല്ലേ, സ്വന്തം കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോ ആട്ടും തുപ്പും കേട്ടവരല്ലേ, എന്ത് വിഷമുണ്ടായിട്ടും എന്ത് പ്രയാസമുണ്ടായിട്ടും പടച്ചറപ്പിന്റെ സംതൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ബന്ധങ്ങൾ ചേർത്തവരല്ലേ. കൊച്ചുമ്മ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോ, നിങ്ങളെ കൊച്ചാപ്പ നിങ്ങളുടെ വീട്ടിൽ നിറക്കി വിടുമ്പോ, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ ആട്ടി ഓടിക്കുമ്പോ, എനിക്കൊരു പ്രശ്നമല്ല, അള്ളാഹുവിന്റെ സംതൃപ്തി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് റമദാൻ വരുമ്പോഴും അല്ലാത്തപ്പോഴും അവരെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ചതായ മുഅ്മിനീങ്ങളല്ലേ, മുത്തഖീങ്ങളല്ലേ, നിങ്ങൾക്ക് രക്ഷയാണ്, നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സുദിനങ്ങളാണ്. ഫനിഅമ ഉഖബദ്ദാർ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ വാസസ്ഥലം അതെത്ര മനോഹരമാണ്, സ്വർഗ്ഗം അല്ലാഹു സമ്മാനിക്കുകയാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചില ആളുകളുണ്ട്, റമദാനാവുമ്പോ കിറ്റ് കൊടുക്കും. എവിടെ കിറ്റ് കൊടുക്കുന്നത്? അമേരിക്കയിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ടീമിന്. ഇവിടെ നിന്നുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ല. സ്വന്തം വാപ്പാടെ അനുജൻ, മൂത്താപ്പ, സഹോദരങ്ങൾ, അതുപോലെ മക്കൾ, കുടുംബാദികൾ പലരും ഇവിടെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഇവൻ ഈ പൊതി കെട്ടിയിട്ട് ഇവിടുന്ന് പോവാൻ യുപിയിലേക്ക്. എടാ, ആദ്യം കുടുംബക്കാരെ പരിഗണിക്കും. അവിടുന്ന് കൊടുത്തു തുടങ്ങേണ്ടത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ല നിനക്ക് ബോധമുള്ളവനടുത്തല്ല കൊടുക്കണം. ദീൻ പറഞ്ഞതനുസരിച്ച് വേണ്ടേ സമ്പത്ത് കൊടുക്കാൻ. നിനക്കിഷ്ടമുള്ളത് റോഡിൽ കൂടെ പോകുമ്പോ ഒരു ബംഗാളിയെ കണ്ട് അവനെ കൊടുക്കണമെന്നാണോ പറഞ്ഞത്? കൊടുക്കണ്ടെന്നല്ല, മറിച്ച് ആദ്യം പരിഗണിക്കേണ്ടതാരെ. അതാണ് പറയുന്നത്. ആദ്യം ആരെ പരിഗണിക്കണം? നിന്റെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിനെ പരിഗണിക്കണം. ഖുർആൻ അതാണ് പറയുന്നത്. ചില ആളുകൾ അങ്ങനെ റമദാനാവുമ്പോ കിറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ എവിടെയും കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന, ഇവിടെ ഒന്നും കൊടുക്കണ്ട, നമ്മുടെ ബന്ധുക്കാർക്കൊന്നും കൊടുക്കണ്ട, അവിടെ അത് അർഹതപ്പെട്ടതാ. എന്റെ സക്കാത്തിന്റെ ഇവിടെ ഉള്ളവരെ പരിഗണിക്കേണ്ട. നാട്ടിലുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സക്കാത്തിന്റെ അവകാശികളാകുന്ന നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ കണ്ണീരപ്പാതെ മറുനാട്ടിലേക്ക് അത് കൊടുക്കാൻ പറ്റൂല. നാട്ടിലുള്ളവർക്കാണ് നിന്റെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കേണ്ടത്. അവിടെയുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പാനാണ്. 8 അവകാശികളിൽ നിന്ന് 5 അവകാശികൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, അവർക്ക് കൊടുക്കണം. പാവപ്പെട്ട ഫക്കീർ മിസ്കീനുകൾ കൊടുക്കണം. അതിൽ തന്നെ നിന്റെ കുടുംബത്തിൽ ഫക്കീർ മിസ്കീൻ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം. ഇതൊന്നും കൊടുക്കൂല. ഒരാടിനെ അറുത്താലും ബന്ധത്തിൽ കൊടുക്കൂല, ഒരു പോത്തിനെ അറുത്താലും ബന്ധത്തിൽ കൊടുക്കൂല. അവരൊക്കെ എപ്പോഴും ഇറച്ചി കഴിക്കുന്ന അവസ്ഥ. എടാ, ഇറച്ചി കഴിക്കോ കഴിക്കാതിരിക്കോ അടുത്ത ബന്ധത്തിലുള്ള രക്തബന്ധത്തിന് കൊടുക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം അതാ പഠിപ്പിക്കുന്നു. നീ വല്ലപ്പോഴല്ലേ ആടിനെ ഇറക്കുന്നത്? എല്ലാ ദിവസവും ഇറക്കുന്നുണ്ടോ? ആകെ കൊല്ലത്തിലൊരു ആടിനെ ഇറത്ത് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. അത് ബന്ധുക്കൾക്ക് കൊടുക്കൻ, ഏറ്റവും അടുത്ത ബന്ധുക്കാരെ പരിഗണിക്കൻ, അതിൽ തന്നെയുള്ള പാവങ്ങളെ പ്രത്യേകമായി ഗൗനിക്കൻ, അവരെ വിസ്മരിക്കരുത്. പണക്കാർക്ക് മാത്രം പൊതി കൊടുക്കാൻ പറ്റൂല. ഗൾഫിൽ നിന്നൊക്കെ വന്ന എത്രയോ പ്രവാസികളുണ്ട്, നാട്ടിലെത്തിയിട്ട് എന്ത് തുടങ്ങണമെന്നറിയാതെ നിൽക്കുന്ന, പകച്ചു നിൽക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമുക്കറിയാം. നമ്മുടെ ബന്ധത്തിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ നോട്ടത്തിൽ അവര് നല്ല വീടൊക്കെ ഉണ്ട്, സെറ്റപ്പാണ്. നമ്മൾ പറയില്ല, അവരിപ്പോ നല്ല പൂത്ത കാശാണ്. നമ്മൾ പറയാണ്, നമ്മുടെ കണ്ണേറും കൂടെ കെട്ടിയിട്ട് അവൻ ഹലാക്കായിട്ടിരിക്കുകയാണ് ഏകദേശം. എന്നിട്ടും പിന്നെ നമ്മൾ പറച്ചിന് നിർത്തുന്നില്ല, ഇപ്പം പോലെ കാശാണ് അവൻ, ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. നമ്മൾ അവിടെ പോയി 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുമ്പോൾ അറിയാം അവൻ ഗൾഫിൽ നിന്ന് വന്നതിന്റെ കാരണം ഇന്ന പ്രശ്നം കൊണ്ട് വന്നതാണ്, ഗൾഫിൽ നിന്ന് ഇന്ന പ്രശ്നം കൊണ്ട് വന്നിരിക്കാം, വർഷം ഇത്രയായി.
പൊരിച്ചു പോകാൻ പറ്റുന്നില്ല, ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ട് തിരിച്ച് വിസ ശരിയാകുന്നില്ല, ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടാവും. വീട്ടിൽ പ്രശ്നമാണ്, മക്കളുടെ ട്യൂഷൻ ഫീസ് അടച്ചിട്ടില്ല, ഭാര്യ അടുത്ത വീട്ടിൽ പോയിട്ട് എച്ചിൽ പാത്രം കഴുകിയ ടൈപ്പ് ഫീസ് അടച്ചുകൊണ്ടിരിക്കുന്നു. പോയി അന്വേഷിക്കുമ്പോഴിതൊക്കെ അറിയാം. നമ്മളിത് പോകുകയും അന്വേഷിക്കുകയും ബന്ധം പുതുക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർ നമ്മളോട് ഈ വിഷയം ഒന്നും പറയുന്നില്ല, തുറന്നു പറയൂല. നമ്മളെ കാണുമ്പോ സുഖം തന്നെയല്ലേ, പിന്നെ അങ്ങനെ തന്നെ പറയൂ. നമ്മൾ അടുത്തു പോയിരുന്ന സ്ഥിരമായി ആ ബന്ധം ഒന്ന് വെക്കുമ്പോ പറയും, എടാ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്, ദ്വാരക്കണം എന്നവർ പറയും. നമ്മൾ ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അയൽപക്കത്തുള്ളൊരു വ്യക്തി ക്യാൻസർ രോഗം പിടിക്കുന്നത് എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? കൊല്ലം 1 കഴിഞ്ഞിട്ട് അറിഞ്ഞത്, 10 റേഡിയേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മളോട് ആരാ പറഞ്ഞത്? നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയാ, എന്റെ അയൽപക്കത്തുള്ള ഇല്ല അക്ബർ എന്ന് പറഞ്ഞ പുള്ളി ക്യാൻസർ ആണ്. ക്യാൻസർ പിന്നെ 2 കൊല്ലമായിട്ട് ക്യാൻസർ ആണ്. നമ്മളപ്പോഴറിയുന്നത്. കാരണം എന്താ? നമ്മുടെ ബന്ധം അത്രേ ഉള്ളൂ എന്നർത്ഥം. തൊട്ട അയൽപക്ക ബന്ധത്തുള്ളതാകുന്ന അവരുടെ അസുഖം പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം, അതാണ് നമ്മുടെ അവസ്ഥ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ആ വീട്ടിൽ ആ രീതിയിലുള്ളൊരു ബന്ധം അവിടെ വെച്ചിട്ടില്ല എന്നർത്ഥം. അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും പറയും, അസുഖം വരുമ്പോഴേ പറയും, ഇന്ന് പോകുന്നത് ഒരു ബയോപ്സിക്ക് ചെക്കിങ്ങിന് പോവാ, കാരണം അവർക്ക് ഇവിടെ ഒരു മുഴ വന്നിട്ടുണ്ട് കഴുത്തിന്റെ ഇവിടെ, അത് ഇന്നതാകാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് നമ്മളോട് പറഞ്ഞേനെ. ദ്വാരക്കം ഈ ചെക്കിങ്ങിന് കൊണ്ടുപോകുമ്പോ തന്നെ പറഞ്ഞേനെ. നമ്മളോട് പറയാത്ത എന്തുകൊണ്ടാ? നീ കേട്ട അൽഹംദുലില്ലാ എന്ന് ഉള്ളുകൊണ്ട് പറയുന്ന സൈസാന്ന് നിന്നെ അറിയാം, അതുകൊണ്ട് നിന്നോട് മിണ്ടിയിട്ടില്ല. നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് എന്ത് പറയും? അൽഹംദുലില്ലാ, നന്നായി പോയി. സോക്കേട് നാളെ വഴിയുടെ വിഷയത്തിൽ അവൻ വലിയ ബഹളമായിരുന്നു, ഓൾ അതിനപ്പുറത്തെ ബഹളമായിരുന്നു, നന്നായി പോയി. നമ്മളെ കൈ പൊട്ടിച്ചിരിക്കുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് അവർ മിണ്ടിയിട്ടില്ല. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കണം നമ്മുടെ അയൽവാസികളുമായി, നമ്മുടെ ബന്ധുക്കളുമായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെ കല്യാണത്തിന് വിളിക്കട്ടെ, വിളിക്കാതിരിക്കട്ടെ, അവരെന്ത് പരിപാടിക്ക് വിളിച്ചാലും വിളിച്ചില്ലേലും നമ്മൾ അതിലൊക്കെ ഭാഗവാക്കാകണം. എന്ന് പറഞ്ഞാൽ വിളിക്കാത്ത കല്യാണത്തിന് പോകണമെന്നല്ല, അതിലൊന്നും സങ്കടം പറയാൻ പാടില്ല. ഒരു സങ്കടവും ഒരാളോട് ഒരു പരാതിയും പരിഭവം പറയാൻ പാടില്ല. ആരെങ്കിലും ചോദിക്കും, നിങ്ങളെ കല്യാണത്തിന് വിളിച്ചില്ലേ, നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ഇട്ടിച്ചിരി എണ്ണ ഒഴിച്ചു തന്നാലും നമ്മൾ പറയണം, മറന്നുപോയതായിരിക്കും, വിട്ടുപോയായിരിക്കും, പ്രശ്നമില്ല, അങ്ങനെ പറയണം. അതാണ് മോമിൻ. അല്ല നമുക്കിപ്പം എന്തിനാ ബിരിയാണി, അവിടുത്തെ ഒരു മട്ടൻ ബിരിയാണി കിട്ടാത്തതിന്റെ സങ്കടം നാട്ടുകാരോട് മുഴുവൻ പരാതി പറയാം. അതിപ്പോ അവൻ വിളിക്കും, അവൻ വിളിച്ചില്ല, എനിക്കെന്താ, എനിക്കവിടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞ കവലയിലിരുന്ന് പ്രസംഗം നടത്തിയിട്ട് നമ്മൾ പോയാൽ അതായിരിക്കും അയാൾ അവിടെ പോയിട്ട് പറയുന്നത്. ആ ബന്ധം കൂടുതൽ വഷളാകാൻ ഏറ്റവും കാരണം അതാവും. ഒരുപക്ഷെ അവർ വിട്ടുപോയതായിരിക്കും, ചിലപ്പോൾ മക്കളെയോ ബന്ധത്തിൽ ആരെങ്കിലും ഏൽപ്പിച്ചതായിരിക്കും കല്യാണം വിളിക്കാൻ, അവർ മറന്നുപോയതായിരിക്കാം, ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയിൽ നിന്ന് ലിസ്റ്റ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. നമ്മൾ അതിന്റെ പേരിൽ അവരുമായി കലഹിക്കാൻ പാടില്ല. അത് വലിയ വിഷയമാണ്. അല്ലെങ്കിൽ കല്യാണമൊക്കെ ഇപ്പോഴല്ലേ വലിയ വിഷയമായി മാറിയത്. കല്യാണം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അടക്കി വിളിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാമിലേ ഇല്ല. ഇന്ന അഅ്ളമൻ നിക്കാഹി ഐസറഹു മുഅ്ന നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇന്ന് ഉലച്ചിൽ വരാൻ കാരണമായി തീരുന്നത് നിക്കാഹും വിവാഹവും ഒക്കെ ധൂർത്തും ദുർവ്വയത്തിലേക്കും പോയ കാരണത്താലാണ്. നബി തങ്ങൾ പറയുകയാണ്, ഇന്ന അഅ്ളമൻ നിക്കാഹി ഐസറഹു മുഅ്ന, ഏറ്റവും നല്ല നിക്കാഹ് എന്ന് പറയുന്നത് ചെലവ് ചുരുക്കിയിട്ടുള്ള നിക്കാഹാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ ഉലഞ്ഞു പോകാൻ കാരണമായി തീരുന്നതും ദീനില്ലാത്തതാകുന്ന വൈവാഹിക ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. ദീനില്ല, നേരത്തെ തന്നെ അങ്ങനെ പോവാൻ. ഭാര്യയും ഭർത്താവിനെ കുറിച്ച് പറയണേന്ന് ഉസ്താദ് എഴുതിയാൽ അപ്പോഴത്തേക്ക് ആ വിഷയത്തിലേക്ക് വന്നു. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ, അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാകുന്ന ബന്ധങ്ങൾ ഉലച്ചിൽ വരുന്നതിന്റെ ഒന്നാമത്തെ പ്രശ്നം തന്നെ നിക്കാഹ് ഹറാമായ രീതിക്ക് തുടങ്ങുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്.
ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. കല്യാണത്തിന്റെ അവസ്ഥ, നമ്മുടെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ, എന്റെ ഉമ്മയുടെ ഉപ്പ കൂടിയായ മഹാനായ മർഹൂം തഴവ ഉസ്താദ് അവറുകൾ അവിടുത്തെ അൽമവാഹിബുൽ ജരിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് കോറിയിട്ടു. 25 വർഷമായി അവിടുന്ന് വഫാത്തായിട്ട്. അതിനും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി തീർത്തതാണ് മവാഹിബുൽ ജരിയ. അതിൽ കല്യാണവും ആർഭാടവും എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് ഇട്ടിട്ട് 3-4 പേജുകളിലായിട്ട് വിശദീകരിച്ചതാകുന്ന ഭാഗത്തിൽ നിന്നുള്ള 2-3 കവിത ആണ് ഞാൻ ഇപ്പൊ പാടിയത്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. ശരിയല്ലേ? പൈസ ഉള്ളവൻ ഇങ്ങനെ ഇളക്കാൻ മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം, ചോപ്പ് കല്യാണം, നാട്ടുകാർക്ക് മുഴുവൻ ഉടുപ്പെടുത്തു കൊടുക്കാൻ. അല്ലാഹ്, സഹോദരിമാരെല്ലാം ഒരേ ഡ്രസ്, ആണുങ്ങളെല്ലാം ഒരേ കളർ, കറുത്ത കളറൊക്കെ ഇട്ട് വന്നിരിക്കുക. യമന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്, രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പം മയ്യത്താവും. എല്ലാവരും കളർ വിവിധങ്ങളാകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഓരോരുത്തരായിട്ട് വന്നിരിക്കാൻ. പുതിയാപ്പിളയുടെ കൂട്ടുകാരി വേറൊരു മോഡൽ JCB-ക്കകത്താ കൊണ്ടുവരുന്നത് തന്നെ. അല്ലാഹ്, കൊണ്ടുവരികയാണ്. ആചാരെ കൊണ്ടുവന്ന് ഇറക്കി. പെണ്ണിനെ ആണെങ്കിൽ മയ്യത്തിന്റെ മീതെ പിടിക്കാൻ, തുണി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നേരെ പുതിയ പെണ്ണിന്റെ തലയിലാണ് ഇപ്പൊ പിടിച്ചോണ്ട് വരുന്നത്. തുണി പിടിച്ചോണ്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവസാനം പെണ്ണിനെ നോക്കിയപ്പോ പെണ്ണിന് തുണിയില്ല. പെണ്ണിന് അവിടെ ഇവിടെ എല്ലാം കീറിയിരിപ്പുണ്ട്. നാട്ടുകാർക്ക് മുഴുവൻ തുണി കൊടുത്തിട്ടുണ്ട്. അപ്പം പെണ്ണിന് തുണി കൊടുക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ കല്യാണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാട്ടുകാർക്ക് മുഴുവൻ തുണി കൊടുത്ത്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് എല്ലാവർക്കും തുണി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവസാനം പെണ്ണിന് തുണിയില്ല. ഞാൻ പറഞ്ഞത് നേരാണല്ലോ. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട്. എവിടെയാന്ന് സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്നാ ചെക്കൻ വരട്ടെ എന്ന്. ചെക്കൻ വന്നപ്പോ അവന്റെ മുട്ടിന്റെ അവിടെ കീറിയിരിക്കുന്നു, തൊടയുടെ അവിടെ കീറിയിരിക്കുന്നു, അത്തയ്യാത്തിരിക്കുമ്പോ എല്ലാം വെളിയിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് അവസ്ഥ. ചെക്കൻ വന്നപ്പോ അതിനപ്പുറത്തെ ഡ്രസ്സാണ് അവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയുള്ള കുട്ടികുടുപ്പിട്ടുകൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത്. കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം കീറല. ഇവിടെ ഇവിടെയൊക്കെ ഫാഷനാന്ന് പറയുന്നത്, മോഡൽ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ കല്യാണം. ആളമന്നിക്കാഹി ഐസറഹു മോന, ഏറ്റവും ചെലവ് ചുരുക്കി നടത്തണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഇനി ഇല്ലാത്ത സാധനം ഇല്ല. കോഫി, ചായ, ഇടിയപ്പം, പൊറോട്ടി, പത്തിരി, അപ്പം, ദോശ, പൊട്ട്, ഇറച്ചി, മുട്ടറോസ്റ്റ്, കിഴങ്ങര്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ, പോളി, അപ്പടപൊളി, എല്ലാ ഐറ്റവും ഉണ്ട് കല്യാണത്തിൽ. ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ നടന്നു പോയി ക്യൂ നിന്ന് കഴിക്കണമെന്നുള്ളൂ. എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഏത് വയ്യാത്തവനും അവിടെ പോയി നിന്നിട്ട് സാധനം എടുത്തിട്ട് എവിടെയെങ്കിലും പോയി നിന്ന് കഴിച്ചോണം. ഇരുന്ന് കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. സുന്നത്തിനെതിരാണ്. ഹാജിയാരാണ്. 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 30 ഉംറ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ അറിയപ്പെടുന്ന വലിയ ദീനിയായ ആളാണ്. എല്ലാം ഉണ്ട്. പക്ഷെ കല്യാണം ഇങ്ങനെ നടത്തുള്ളൂ. കാശുള്ളത് കൊണ്ട് ഇങ്ങനെ കാണിക്കൂ. ആൾക്കാരെ വിളിച്ച് സൽക്കരിച്ചിട്ട് മാന്യമായിട്ട് 10 പേർക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ആഹാരം കൊടുക്കും. നീ എടുത്ത് നല്ല രീതിയിൽ സൽക്കരിക്കുക. അങ്ങനെയല്ലേ വേണ്ടത്? ഇത് അവിടെ പോയിട്ട് എടുത്ത് കഴിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ അടുത്ത് ഒരാൾ പറയുന്നത് കേട്ടു, അത് കറക്റ്റാണ്. മുസ്ലിമീങ്ങളുടെ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ കല്യാണം ഒരു ഭാഗത്ത് നടക്കും, ബാക്കി ഇപ്പുറത്ത് വന്നിട്ട് ഫുഡ് അടിയും നടക്കും. ഫുഡും കഴിച്ചിട്ട് അവന്മാർ പോവുകയും ചെയ്യും. കറക്റ്റ്. ഒറ്റ ഒരുത്തം പുതിയ പെണ്ണിനെ കണ്ടിട്ടില്ല, പുതിയാപ്പിള അറിയില്ല. ബന്ധത്തിലുള്ളവരുടെ കാര്യം പറയും. ബന്ധത്തിലുള്ളവർ ഏറ്റവും അടുത്ത ബന്ധുക്കാരാകുമ്പോൾ കാണാൻ അനുവദിക്കപ്പെട്ട ആളുകളുണ്ട്. അവര് പോലും ബന്ധുക്കാരെ പോലും കണ്ടിട്ടില്ല, പുതിയാപ്പിള പോലും കണ്ടിട്ടില്ല. ബാറക്കല്ലാഹു ലക്കുമോ ബാറക്കാലിക്കുമോ ഒരു ദുആ പോലും കൊടുത്തിട്ടില്ല. ഇവൻ എവിടെ വന്നിട്ടുണ്ടാവും? ഹാളി വന്നിട്ട് റാഹത്തായിട്ട് കുഴിമന്തി അടിച്ചിട്ട് അസ്സലാമു അലൈക്കും വേറെ അപ്പുറത്തെ വാതിലേക്ക് കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കല്യാണം കൂടി. ഇതാണ് നമ്മൾ കല്യാണം കൂടില്ലെന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാലും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ബന്ധം അറിയാൻ വരാം പരസ്പരം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന മക്കളെ തന്നെ വിളിച്ചിട്ട് നമ്മുടെ കുടുംബ ബന്ധം വരുമ്പോ എല്ലാ ബന്ധുക്കളും ഉള്ളപ്പോഴത്തേക്കും ഓരോ ഉമ്മമാര് വന്നിട്ട് ചോദിക്കാം, മോനെ എന്നെ അറിയാവോടാ കുട്ടാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇല്ല, അറിയത്തില്ല. ചില പിള്ളേർ പറയും അറിയാന്ന് പറയും. എന്നാ പിന്നെ ആരാന്ന് ചോദിച്ചാൽ ഇവര് കടുംപെട്ട് ഇവര് വിടുന്നുമില്ല. അപ്പൊ ഇവന് ഇടങ്ങേറായി, ഹലാക്കായി, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ അറിയാം. സ്വന്തം ഉമ്മാടെ ജ്യേഷ്ഠത്തി, അനിയത്തി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കാരാണ്. പരിചയമില്ല. കാരണം എന്താ? നമ്മൾ ഇവരെ ആരെയും ഒന്നും കാണുന്നില്ല. ഒരു കല്യാണ സദസ്സിലാണെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ പോലും ബന്ധങ്ങൾ പുതുക്കാനല്ല, മറിച്ച് അവിടെയുള്ള ഭക്ഷണം മാത്രം ഒന്ന് കൈമാറി തിന്നിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സദസ്സ് 95% നടക്കുന്നത്. ബന്ധങ്ങളൊന്നും പുതുക്കുന്നില്ല. ആര് തമ്മിൽ കാണുന്നില്ല, ആരെയും കാണുകയും വേണ്ട. നമുക്ക് ഒരാളെ കണ്ടാൽ മതി. മൊബൈൽ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. സ്വന്തം ഭാര്യ തൊട്ടടുത്തിരുന്നാലും തോണ്ടിക്കളിക്കാൻ ഇതാണ്. അതാണ് ഒരു പണ്ട് പെണ്ണുങ്ങൾ ദ്വാരുന്നത്, മൊബൈലായാൽ മതിയായിരുന്നു. കാരണം എപ്പോഴും ഭർത്താവിന്റെ തോണ്ടൽ കിട്ടിയായിരുന്നു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കും. കാരണം എപ്പോഴും ഇതാ കുത്തിക്കൊണ്ടിരിക്കുന്നു.
ഭാര്യയോട് സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും തകരാറിലാകാനുള്ള ഒന്നാമത്തെ കാരണം മൊബൈലാണ്, വില്ലനാണ്. കാരണം ഭാര്യയുമായി സംസാരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അധിക വീട്ടിലും 10 മിനിറ്റെങ്കിലും നമ്മുടെ ഭാര്യയുടെ വിഷമവും പ്രയാസവും കേൾക്കാനും ഭർത്താവ് പൂർണ്ണമായി തയ്യാറായാൽ 10 മിനിറ്റ് അവളുമായിട്ട് അടുത്തിരിക്കണം എല്ലാ ദിവസവും. അതിന് സമയം കണ്ടെത്തണം, ഈ കുടുംബജീവിതം തകരും. 10 മിനിറ്റ് അവള് പറയുന്നത് മുഴുവൻ നല്ലതുപോലെ കേൾക്കുക എന്നുള്ളതാണ്. നീ പറയൊന്നും വേണ്ട, നീ ഡയലോഗ് അടിക്കുകയേ വേണ്ട, നിന്റെ വാടച്ച് സീല് വെച്ചേക്കുക. എന്നിട്ട് പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കുക, നല്ല റാഹത്തായിട്ട് കേട്ടു. അങ്ങനെ കേട്ടുകൊടുത്താൽ തന്നെ 95% കുടുംബജീവിതം വിജയിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയി പറഞ്ഞത്. ഭാര്യമാര് പറയുന്നത്, അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണം. നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കുക, അറ്റാക്ക് ചെയ്യല്ല വേണ്ടത്. അവള് പറയാനുള്ളത് മുഴുവൻ പറയാം. അവൾക്ക് വിഷമവും പ്രയാസവും പറയാനുള്ളത് നമ്മളോടാണ്. കാരണം നമ്മൾ പകലന്തിയോളം പോയി ഇങ്ങനെ പാടത്തും പറമ്പത്തും എല്ലാം പണിയെടുത്ത് അവിടെ ഇവിടെ എല്ലാം കറങ്ങി അടിച്ചിട്ട് വൈകിട്ട് വന്നതാണ്. ഇവള് വീട്ടിലിരുന്നിട്ട് പാത്രം കഴുകലും മക്കളുടെ വസ്ത്രം കഴുകലും നമ്മുടെ ഉടുപ്പ് കഴുകലും ടെൻഷനും ആകെ ഇടങ്ങേറും ആദ്യം പുറത്തൊന്നും പോകുന്നില്ല, ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. വരുമ്പോ നമ്മളോട് വിഷമം പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പല ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ആ ടെൻഷൻ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഭാര്യയുടേതാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാം. അത് പിന്നെ അതൊക്കെ അങ്ങനെ നടക്കും, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നീ കുളിക്കാനും നീ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്താൽ അവൾ ഈ വിഷമങ്ങളും പറയും. അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബന്ധങ്ങൾ ഉലയാനും പെൺകുട്ടികളുടെ ഹൃദയം മറ്റൊരുത്തനിലേക്ക് ചായാനുമുള്ളതാകുന്ന കാരണം ഒന്ന്, ഭർത്താവ് യഥാർത്ഥ ശ്രോതാവാകാതിരിക്കുന്നു എന്നുള്ളതാണ്. ആണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മൾ നല്ലതുപോലെ കേൾക്കുമായിരുന്നു. എപ്പോ കല്യാണം കഴിഞ്ഞ അത് അനുവദനീയമാണ്. അതിനിടയിൽ ഫോൺ വിളിക്കലും അനുവദനീയമാണ്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം, അതല്ലാതെ നിക്കാഹ് വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഫോൺ വിളി, ആദ്യമായി കാണുമ്പോൾ തന്നെ ഉള്ളതാകുന്ന ഫോൺ കൈമാറ്റം, അത് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല. നമ്മുടെ ബന്ധങ്ങൾ പിന്നീട് ഉലയാൻ കാരണം ദീനില്ലാത്തതാകുന്ന ഇത്തരത്തിലുള്ള നിക്കാഹുകളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം സംസാരിക്കുന്ന മുഴുവൻ ഹറാമാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ, അയ്യുമംറഅത്തിൻ മാതത് വ സൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്നാ ദഖലത്തിൽ ജന്നാ. ഭാര്യ മരിക്കുന്നതാകുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർ ഈ സദസ്സിലുണ്ടെങ്കിൽ ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭാര്യമാര് മരണപ്പെട്ടു പോകുമ്പോ ഭർത്താവ് പറയുകയാണ്, എന്റെ ഭാര്യ തങ്കക്കട്ടിയാണ്, എന്റെ ഭാര്യ നല്ലവളായിരുന്നു. അയ്യുമംറഅത്തിൻ മാതത്, ഒരു പെണ്ണ് മരണപ്പെട്ടു പോയി, വസൗജുഹാ അൻഹാ റാദിൻ, അവളുടെ ഭർത്താവ് അവളെ കൊണ്ട് സംതൃപ്തിപ്പെട്ടവനാണ്. എന്റെ ഭാര്യ സാലിഹത്തായ പെണ്ണാണ്, ഒരു അന്യരാകുന്ന പരപുരുഷന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, മോശപ്പെട്ട സംസാരം സംസാരിച്ചിട്ടില്ല. അവള് സാലിഹത്തായ പെണ്ണാണ്, എനിക്ക് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവളാണ്, എന്റെ മക്കളെ പ്രസവിച്ചവളാണ്, എനിക്ക് വേണ്ടി ജീവിച്ചവളാണ്, ഒരുപാട് കാലം ഞങ്ങളോടൊപ്പം കഴിഞ്ഞവളാണ്, എനിക്കവളെ സംതൃപ്തിയാണ് എന്നൊരു ഭർത്താവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ അവൻ മനസ്സുകൊണ്ട് തന്നെ അങ്ങനെ നിയ്യത്ത് വെച്ചാൽ തന്നെ ദഖലത്തിൽ ജന്നാ, പെണ്ണേ നിനക്ക് സ്വർഗം പുൽകാൻ എവിടെയും പോകണ്ട, ആ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് മതിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. കഴിയുമോ 10-ാം കല്ലിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാൻ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് സാധ്യമാകുമോ? ഇന്നലെ കണ്ട കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ട് അവരുമായി ശാരീരികമാകുന്ന ബന്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുന്നതാകുന്ന മുസ്ലിം സഹോദരിമാരില്ലയോ? സ്വന്തം മാതാപിതാക്കൾ മറന്നുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്ന് ഭർത്താവ് അറിയാതെ, വാപ്പയറിയാതെ, ഉമ്മയറിയാതെ ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്നതായ 4 പ്രസവിച്ചതാകുന്ന ഉമ്മമാരുള്ള കാലഘട്ടമല്ലേ? വൈവാഹിക ജീവിതം ഉറപ്പിച്ചു
ഉറപ്പിച്ചതാകുന്ന ഘട്ടത്തിൽ പോലും പ്ലസ് പഠിക്കുന്ന BA പഠിക്കുന്ന MA പഠിക്കുന്ന പൊന്നുമോള് തന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ ഏത് സമുദായത്തിൽ പെട്ടവനാകട്ടെ വാപ്പ അറിയിക്കാത്ത ഉമ്മ അറിയിക്കാത്ത അന്യരാകുന്ന പരപുരുഷന്മാരുമായി കിടപ്പറ പങ്കിടാൻ ഇറങ്ങിത്തിരിക്കുന്നതാകുന്ന മുസ്ലിം അംഗമാരെ സഹോദരിമാരെ സഹോദരിമാരെ എങ്ങനെയാണ് നിനക്ക് സ്വർഗം പുൽകാൻ സാധിക്കുക? കോടതി മുറിയിൽ വന്നുകൊണ്ട് എനിക്ക് ഇന്നലെ കണ്ട കാമുകനെ മതി എന്ന പരസ്യമായി വക്കീലിനോട് ജഡ്ജിയോട് വിളിച്ചു പറയുന്ന അംഗമാരുള്ള കാലഘട്ടമല്ലേ? നഊദു ബില്ലാഹ്. ഈ അടുത്ത് നമ്മൾ കണ്ടതല്ലേ കൊല്ലം ജില്ലയിൽ പ്രായം ചെന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന മകള് പ്രായപൂർത്തിയെത്തിയതാകുന്ന പൊന്നുമോള് അന്യരാകുന്ന ചെറുപ്പക്കാരനുമായി മറ്റൊരു മതത്തിൽപ്പെട്ടവർ ഒളിച്ചോടിപ്പോയപ്പോ അച്ഛനും അമ്മയും അതാ ആത്മഹത്യ എഴുതുകയാണ്. എന്റെ മകളെ ഒരിക്കലും ഇനി ജനാസ കാണിക്കരുത്, ഞാൻ മരിച്ചുപോയാൽ ഞങ്ങളുടെ ജനാസ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി കുറിപ്പെഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞില്ലേ? വാപ്പയുടെ ഉമ്മയുടെ ഹൃദയത്തിൽ നമ്പരപ്പെടുത്തിയിട്ട് പെണ്ണേ, ഈ ലോകത്ത് നീ ആരുടെ കൂടെ ജീവിച്ചാലും നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കൈവരാൻ പോകുന്നില്ല. എത്രയെത്ര കല്യാണങ്ങൾ അത്തരത്തിൽ ഈ ലോകത്ത് നടന്നു പോയിട്ടുണ്ട്. ആർഭാടകരമായ ജീവിതം നയിക്കുന്നതിനിടയിൽ സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും കഷ്ടപ്പാടുകൾ അറിയാതെ അവർ നിന്നെ പൊന്നുപോലെ വളർത്തി 18 വയസ്സ് വരെ നിന്നെ താലോലിച്ച് വളർത്തിയതാകുന്ന പ്രിയപ്പെട്ട മാതാവ് പിതാവ് അവർ സ്നേഹം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ ഇറങ്ങിക്കൊണ്ട് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നവളെ, രജിസ്റ്റേർ മാറിയത് കഴിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവളെ, 5 വർഷം പോലും തികയ്ക്കാതെ എത്രയെത്ര സഹോദരിമാരാണ് നിറഞ്ഞ വയറുമായി വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നത്. എന്നെ ഇന്ന ചെറുപ്പക്കാരോട് ഉപേക്ഷിച്ചു ഉമ്മ, എന്നെ ഇന്ന സഹോദരൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു ഉമ്മ, സ്ത്രീധനത്തിന്റെ പേരിൽ വല്ലാതെ വിഷമിപ്പിക്കുന്ന വാപ്പയും ഉമ്മയും നിനക്ക് സ്നേഹം നൽകിയത് കാണാതെ അത് തിരിച്ചറിയാതെ കാമക്കണ്ണുമായി നടന്ന് അന്യരാകുന്ന പരപുരുഷന്മാരുടെ ചൂട് കിട്ടാൻ വേണ്ടി വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നതാകുന്ന പെണ്ണുങ്ങള് അവസാനം നിറവയറോടുകൂടി ഏതെങ്കിലും റെയിൽവേ ട്രാക്കുകളിൽ കൊന്നുപോയി തള്ളിയിടുന്നതാകുന്ന ഗതികെട്ട അവസ്ഥ ഈ സമുദായത്തിലെ എത്രയെത്ര മക്കൾക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ മക്കള് പഠിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ തീർത്തു പറയുകയാണ്, മലയാളത്തിലെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് പറയുകയാണ്, വാപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് അധിക മക്കളും ലാക്കാക്കുന്ന വിഷയം ഏതെന്നറിയുമോ? ഞാൻ ഒളിച്ചോടി അന്യമതത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുമായി കല്യാണം കഴിച്ച് ഒരു കുട്ടിയാകുമ്പോ കൈക്കുഞ്ഞുമായി വന്നാൽ എന്റെ വാപ്പ സ്വീകരിക്കുമെന്നുള്ള ചിന്തയാണ്. എന്റെ ഉമ്മ ഉറപ്പായും സ്വീകരിക്കും, എന്റെ ഉമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമോളല്ലേ എന്ന ചിന്തയതാ ഉമ്മയുടെ ഹൃദയത്തിൽ കടന്നു വരും എന്ന് കരുതിയിട്ട് തന്നെയാണ് അധിക മക്കളും ഇന്ന് ഉറക്കമൊഴിച്ചുകൊണ്ട് ഒളിച്ചോടാൻ തയ്യാറാകുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ തിന്മയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണേ. വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ എത്രയാണ് എത്രയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും സാബ, അങ്ങനെ ഒരു കാലഘട്ടം കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല. ഏതാണ് ആ കാലഘട്ടം എന്നറിയുമോ? വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ ഈ ലോകത്ത് വല്ലാതെ അധികരിക്കും സാബ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയല്ലേ? നഊദു ബില്ലാഹ്. എത്രയെത്ര സഹോദരിമാരാണ് ഈ രീതിയിൽ പിഴച്ച ജീവിതത്തിലേക്ക് പോയത്. എന്നാൽ അവിടെയും ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമസ്കാരം ചിട്ടവെച്ച് നോമ്പുകൾ നോറ്റി വീട്ടി സകാത്തുകൾ കൊടുത്തു വീട്ടി പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പി സ്വന്തം ഭർത്താവ് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് കുടുംബജീവിതം മനോഹരമാക്കി മക്കളെ മാന്യമായി പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് കെട്ടിച്ചയച്ച് നല്ല ദീനീബോധത്തിൽ ജീവിക്കുന്ന സഹോദരിമാരും ധാരാളം നമ്മുടെ കേരളത്തിലുണ്ട്. സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കഴിയുന്ന, സ്വന്തം പിതാവിനെ സ്നേഹിച്ചുകൊണ്ട് കഴിയുന്ന, ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ചുകൊണ്ട് ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന, ദിക്ർ ചൊല്ലിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു പോയതാകുന്ന വിധവകളായ സഹോദരിമാർ വരെ ഒരു അനാവശ്യമാകുന്ന ചിന്തകളിലേക്ക് പോലും ചുവട് വെക്കാതെ എത്രയോ പ്രാവശ്യം ചുവടുകൾ പിഴയ്ക്കാമായിരുന്നു. വാട്സാപ്പ് ഉള്ളവളാണ്, ഫേസ്ബുക്ക് ഉള്ളവളാണ്, ഇൻസ്റ്റഗ്രാം ഉള്ളവളാണ്, നമ്മൾ ഉപയോഗിക്കുന്നതിൽ യൂട്യൂബ് ഉപയോഗിക്കുന്നവളാ. എല്ലാ അശ്ലീലതകളും അവൾക്ക് ടൈപ്പ് ചെയ്ത് മേച്ചിൽ പുറങ്ങൾ തേടാൻ അറിയാം. എങ്കിലും പടച്ച റബ്ബിന്റെ സംതൃപ്തി
എനിക്ക് കിട്ടണമെന്ന് കരുതിക്കൊണ്ട് ഭർത്താവിലൂടെ തനിക്ക് അല്ലാഹു നൽകിയതാകുന്ന 4-5 മക്കളെ കൃത്യമായി ഭക്ഷണം നൽകി പോറ്റി വളർത്തി ദീനീ വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ആത്മീയവും ഭൗതികവും നൽകിക്കൊണ്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് കെട്ടിച്ചയച്ചതാകുന്ന മാതാക്കളില്ലേ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നീ സ്വർഗം കൊടുക്കണേ നാഥാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഒരുപാട് ശ്രമിച്ചവർ, ഒരുപാട് സഹിച്ചവർ, ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചുകൊണ്ടാണ് മക്കളെ പോറ്റി വളർത്തിയത്. ആ മാതാവിനെയും പിതാവിനെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ഒളിച്ചോടുന്ന പെണ്ണേ, നിന്റെ ജീവിതത്തിൽ ഒരു ഗുണവും നിനക്കുണ്ടാവുകയില്ല. ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് 95% മക്കൾ ഒളിച്ചോടുന്നതിന്റെ കാരണം ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾ പോയിട്ട് രജിസ്റ്റർ മാരി ചെയ്ത് ഏതെങ്കിലും അന്യമതത്തിൽപ്പെട്ടവനാകട്ടെ എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ട് കുട്ടികളായി കഴിയുമ്പോൾ ഉമ്മ 2 കൈ നീട്ടി നിൽക്കും സ്വീകരിക്കാൻ, ഉറപ്പാണ്. അപ്പൊ പിന്നെ വീട്ടിലേക്ക് തന്നെ വന്ന് കയറാം, സ്വത്തും റാഹത്തും ഒക്കെ എല്ലാം കിട്ടും. അതുവരെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോയി വാടകയ്ക്ക് നടക്കുന്ന പരിപാടിയാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഉമ്മയുടെ മാതൃത്വ ഹൃദയം കൊണ്ടും വാപ്പയുടെ പിതൃത്വ ഹൃദയം കൊണ്ടും പിതാവ് എന്ന് പറയുന്ന കരുണയുടെ ഉറവ് പറ്റാത്ത ഹൃദയത്തിന്റെ വക്താവായതുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കും, സ്വാഭാവികമാണ്. നമ്മളൊക്കെ വാപ്പയും ഉമ്മയാവും ആ രീതിയിൽ തന്നെ സ്വാഭാവികമായിട്ട്. അങ്ങനെ എന്റെ മകൾക്കാണ് ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് സ്വീകരിക്കും. പക്ഷെ ഇതൊരു ചാലുവായി മാറി, എന്നതൊരു ചാലുവായി. കാരണം അതുകൊണ്ട് തന്നെ എല്ലാവരും പിന്നെ നിയ്യത്ത് ചെയ്തങ്ങ് ഇറങ്ങാൻ നവയിട്ടു ഇറങ്ങിയേക്കാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്രയാണ് ഇപ്പൊ കൂടി വരുന്നത്? ഒരു പെണ്ണും തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വവർഗരതി അനുരാഗികളായി മാറി. ഇന്നും കേരളത്തിൽ വിവിധ ചാനലുകൾ അവർ പ്രത്യക്ഷപ്പെടാൻ ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ലെസ്ബിയനായിട്ട് തുണിയില്ല വന്നിട്ട് ഇങ്ങനെ ചാനലിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കോളേജിൽ പഠിക്കാൻ പറ്റുന്നതാണ്. +2 പഠിക്കുന്ന കാലയളവിൽ പരസ്പരം പ്രണയ ജോഡികളായി ഒന്നിച്ചൊരു ഹോസ്റ്റലിൽ കഴിയവേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഇടപെരിയാനാറാവാത്ത ബന്ധത്തിനുടമകളായി മാറി. അവസാനം എനിക്കെന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് +2 പഠിക്കുന്നതാകുന്ന സഹോദരിമാർ തന്നെ പരസ്പരം പറയുകയും അതിനുവേണ്ടി കുറയുന്ന സാഹചര്യം കഴിഞ്ഞ സമയം മുതൽക്ക് തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തി വീട്ടിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയുടെ വിധി കരഗതമാക്കി സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുകൊണ്ട് പരസ്പരം അവർക്ക് ഒരുമിച്ച് കഴിയാനുള്ള അവകാശത്തെ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് സ്വാധീനം ചെലുത്തി കൊടുത്തു. ഇപ്പോഴും അവർ ഒരുമിച്ച് കഴിയാൻ സ്നേഹം കൊടുത്ത വാപ്പായും ഉമ്മായും സ്നേഹം കൊടുത്തിട്ടില്ല. പിന്നെ ആരാ സ്നേഹം കൊടുത്തത്? ആരായി സ്നേഹം കൊടുത്തത്? പെണ്ണുങ്ങൾ ചിലർ കോടതി എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. നിന്നെ ഇവൻ ഇഷ്ടം വെച്ചത് നിന്റെ ശരീരം കണ്ടുകൊണ്ടാണ്, നിന്റെ വെളുപ്പ് കണ്ടിട്ടാണ്, നിന്റെ ശരീരഭാഷ കണ്ടിട്ടാണ്, നിന്റെ ആകാര സൗഷ്ഠവം കണ്ടിട്ടാണ്. നിന്റെ വാപ്പയും ഉമ്മയും നിന്നെ ഇഷ്ടം വെച്ചത് നീ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നിന്നെ ഇഷ്ടം വെച്ചവരാ. നിന്റെ സൗന്ദര്യം കണ്ടിട്ടില്ല, നിന്റെ വെളുപ്പ് കണ്ടിട്ടില്ല, നിനക്ക് പൊക്കമുണ്ടാവുമെന്ന് അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നീ പൊക്കം കുറഞ്ഞവളാണോ പ്രശ്നമല്ല, നിനക്ക് എത്ര അസുഖമുണ്ടോ ശുശ്രൂഷിക്കും. നീ ഒന്നുമല്ലാതിരുന്നു ഉമ്മയുടെ ഉദരത്തിൽ, വാപ്പ അപ്പോഴേ സ്നേഹം കൊടുത്തു തുടങ്ങി. ഉമ്മ അതിലേറെ കരുതലോടുകൂടി നിന്നെ വളർത്തി. ഇങ്ങോട്ട് തിരിയരുത്, കുട്ടിക്ക് അപകടമാണ് ഡോക്ടർ പറഞ്ഞു. ഉമ്മ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. എത്രയോ ദിവസങ്ങളായി മാസങ്ങളായി തിരിഞ്ഞു കിടന്നിട്ടില്ല. കാരണം കുട്ടി പ്രയാസപ്പെടും, കുടലിൽ മറിഞ്ഞു പോകും, കുട്ടി അങ്ങോട്ട് മറിയും, പ്രയാസമാണ്. ഇന്ന ഭക്ഷണം കഴിക്കരുത്, അത് കുട്ടിക്ക് അപകടമാണ്. ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല. 9 മാസം 10 ദിവസം നിന്നെ ഗർഭം ചുമന്ന് നടന്നു. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. എല്ലാവർക്കും ഉമ്മയെ വല്ലാതെ ഇഷ്ടമാണ്, ആണോ അല്ലയോ? ആണ്. ആണുങ്ങൾക്കടക്കം നമുക്കെല്ലാവർക്കും ഉമ്മാന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ഞാൻ ആരോടാണ് നബിയെ വെക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, പിന്നെ ആരോട്? സുമ്മമൻ, അടുത്തതാരോട് എന്നതാണ് അറിയേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു, സുമ്മമൻ, മൂന്നാമത്തേതാരോടാണ്? അടുത്തതാരാണെന്നാണ് അറിയേണ്ടത്. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. 3 വട്ടം പറഞ്ഞത് ഉമ്മയെയാണ്.
ഉമ്മയെ മറക്കാൻ പറ്റൂല. നാലാമതാരോട് എന്ന് പറഞ്ഞാൽ അടുത്തതാരോട്? ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, ഉമ്മയാണ് പറഞ്ഞത്. അടുത്തതാരാണ്? അബൂക, നിന്റെ ഉപ്പയോട് നബി മുഹമ്മദ് മുസ്തഫ. ആരോടെന്നല്ല പറഞ്ഞത്, നിന്റെ കൂട്ടുകാരനോട് എന്നല്ല പറഞ്ഞത്, നിന്റെ കൂട്ടുകാരിയോട് എന്നല്ല പറഞ്ഞത്, നിന്റെ ചങ്ക് ബ്രോ എന്നല്ല പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ കാമുകനോട് എന്നല്ല പറഞ്ഞത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും നിന്റെ ഉമ്മയോട്, നിന്റെ വാപ്പയോട് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് 3 വട്ടം ഉമ്മയെ പറഞ്ഞു? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. 9 മാസം 10 ദിവസം ഗർഭം ചുമത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അതാണ് ഒന്നാമതായി ഉമ്മയെ പറയാനുള്ള കാരണം. രണ്ടാമത് നൊന്ത് പ്രസവിച്ചത് ഉമ്മയാണ്. രണ്ടാമതായി ഉമ്മയെ പറയാനുള്ള കാരണം അതാണ്. എത്രയോ ത്യാഗം സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ പ്രസവിച്ചിട്ടത്. ശരീരത്തിന്റെ 22ഓളം എല്ലുകൾ ഒരേ സമയത്ത് ഒടിച്ചാലുള്ള വേദനയാണ് ഒരു പ്രസവ വേദനയുടെ സമയത്ത് ഒരു ഉമ്മ അനുഭവിക്കുന്നത് എന്ന് ശാസ്ത്രം ഇന്ന് സമ്മതിക്കുന്നുണ്ട്. എങ്കിൽ അത്രയേറെ വേദന സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ലോകത്തേക്ക് പ്രസവിച്ചിട്ടത്. പ്രസവിച്ചിട്ട് മാത്രമല്ല, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം പാപ്പയിൽ ഒഴിവാണ്. ഞങ്ങളുടെ ഈ മജ്‌ലിസിലുള്ള ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സ് ലൈവായി കേട്ടുകൊണ്ടിരുന്ന വീടിനകത്തളങ്ങളിൽ കണ്ണീരൊഴുക്കുന്ന പ്രായം ചെന്ന ഉമ്മമാരുണ്ട്. മക്കളെ തിരിഞ്ഞു നോക്കാതെ പ്രയാസപ്പെടുന്നതാകുന്ന പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഉമ്മമാര്, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. മൂന്നാമത് പ്രവാചകൻ പറയാൻ കാരണം 2 വർഷത്തോളം മുലപ്പാല് നൽകിയത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത സ്ഥാനം വാപ്പയാണ്. വാപ്പയെ മറക്കാൻ പാടില്ല. പലരും വാപ്പയെ പൈസ തരുന്ന ഒരു വക്താവായിട്ട് കാണുക, ഒരു ബാങ്കിന്റെ ആളായിട്ട് കാണുക. ഇടയ്ക്കിടയ്ക്ക് പെടലി വഴി ഇങ്ങനെ ബില്ല് വരും, അത് അടയ്ക്കണം. പാവം പിടിച്ചോ, അങ്ങനെയാണ് കാണുന്നത്. രാവിലെ മുതൽ കഷ്ടപ്പെടാൻ ഗൾഫിലേക്ക് പോകുന്നു, നാട്ടിൽ പോകുന്നു, പണം തരുന്നതാകുന്ന പണം കായ്ക്കുന്ന ഒരു മരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോ പൈസ ഇങ്ങനെ ചോദിക്കുന്നു, വീട്ടുകാർ ചോദിക്കുന്നു, മക്കൾ ചോദിക്കുന്നു, ഫീസ് ചോദിക്കുന്നു. കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ കുറ്റപ്പെടുത്തലും രോഷവും പ്രയാസവും. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവളാകണം ഭാര്യ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭർത്താവ് നിന്റെ കയ്യിൽ ഒരു 100 രൂപ ഏൽപ്പിച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഉമ്മമാരെ ഭർത്താവ്, നമ്മുടെയൊക്കെ വാപ്പമാർ അങ്ങനെ തന്നെയാണല്ലോ, വാപ്പ ഒരു 100 രൂപ ഏൽപ്പിച്ചാൽ ഉമ്മ അത് മിച്ചം പിടിക്കും. ഒരാഴ്ച ഓടുന്നതിനിടയിൽ മീൻ വാങ്ങിയും അല്ലാതെയൊക്കെ ഒരു മിച്ചം പിടിക്കും. അതിനകത്തൊരു 50 രൂപ 30 രൂപ സേവിങ് ഉണ്ടാവും. ഇന്നോ 2000 രൂപ കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ് ആഹത്ത് എല്ലാം കഴിഞ്ഞ് അടുത്ത് 2 ദിവസം കഴിയുമ്പോൾ ഫോൺ വിളിക്കും. അല്ലാഹു നമ്മളെ സാരിങ്ങൾ ചേർക്കട്ടെ. മോന്തയ്ക്ക് കൊണ്ട് പൊട്ടിയിട്ട് വെളുത്തിട്ട് പാറാനുള്ള ക്രീം വെച്ചിട്ടിരിക്കുകയാണ്, നല്ല റാഹത്തായിട്ട്. വീഡിയോ കോൾ ചെയ്ത് 2000 രൂപയുടെ വേറെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല. ഭർത്താവിന്റെ വരുമാനം അത് എത്ര കൂടുതലുണ്ടാവട്ടെ, എത്ര കുറവാകട്ടെ, മാന്യമായി ചെലവഴിക്കുന്നവളാകണം. ബന്ധങ്ങൾ ഉലയാതിരിക്കാൻ അത് കാരണമാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എപ്പോഴും ഹറാസ് ചെയ്തുകൊണ്ടിരിക്കും, എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം. ഭാര്യയെ നമ്മൾ പരിഗണിക്കണം. ഭാര്യമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രത്യേകമായി എടുത്തറിയണം. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരുമായിട്ട് ഔട്ടിങ്ങിന് പോകണം. ഇടയ്ക്ക് മാസത്തിലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം. എങ്ങോട്ട് പോകണം സാർ? നല്ല റാഹത്തായിട്ട് എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ, അജിനാമോട്ടൊന്നും ചേർക്കാത്ത നല്ല ഫുഡ് വേണേ, കുഴിമന്തി തന്നെ വാങ്ങിച്ചു കൊടുത്ത് എന്തായാലും കുഴി പോകാനുള്ള റാഹത്തായിട്ട് കിടക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല റാഹത്തായിട്ട് ഭക്ഷണം വാങ്ങണം. അങ്ങനെ മാസത്തിലൊന്ന് പോകണം. ഇത് കടുംവെട്ട്, അല്ലാഹ് 5 പൈസ ഇറക്കൂല. അങ്ങനത്തെ ഭർത്താവിനെ കിട്ടിയിരിക്കുന്നു. കട്ടിക്കടിച്ച് അനങ്ങത്തില്ല. റമളാൻ വരുന്ന ഒരു നിസ്കാരക്കുപ്പായം വാങ്ങാൻ പറഞ്ഞിട്ട് പോലും മൂപ്പൻ അനങ്ങുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. പഴയ നിസ്കാരക്കുപ്പായം ഇപ്പോഴും നീലമുക്കി വെച്ചിരിക്കുകയാണ്. ചുളുങ്ങി പറഞ്ഞ് ഹലാക്കായിട്ടുണ്ട്, എന്നാലും മാറുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. അവസാനം മയ്യത്തിനടിക്കുന്നത് ജന്നാത്തുൽ ഫിർദൗസ് മുസല്ല മുഴുവൻ തേച്ചു വെച്ചിരിക്കുകയാണ്. സുജൂദി പോയാൽ പിന്നെ തറാവീഹ് അസ്റക്കാത്തിൽ എഴുന്നേക്കുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാകാൻ പാടില്ല. നല്ല മുസല്ല, നല്ല നിസ്കാര കുപ്പായം, നല്ല ഇസ്തിരി ഇട്ട് തേച്ച് മിനുക്ക് വൃത്തിയായിട്ട് വേണം നിസ്കരിക്കാൻ നിൽക്കാൻ. പെണ്ണുങ്ങളോടാണ് ഈ പറയുന്നത്. തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ എത്ര വൃത്തിയിലാണ് പോകുന്നത്, അല്ലേ?
ഒരു സൽക്കാരത്തിന് പോകുന്നത്, റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്താ ഇത്ര മോശമായ വസ്ത്രം? പള്ളിയിൽ വരുമ്പോ ചെറുപ്പക്കാര് മക്കള് നല്ല വസ്ത്രം ഇട്ട് വരണം. കളിക്കാൻ പോയിട്ട് പന്തും കളിച്ചിട്ട് അവർ നേരെ കയറി വരികയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നല്ല വസ്ത്രം, നിസ്കരിക്കാൻ വരുമ്പോൾ നല്ല വെടിപ്പുള്ള വസ്ത്രം, അത് ഏറ്റവും നല്ലത് നല്ല വെള്ള വസ്ത്രമാകട്ടെ. കണ്ടോ, ഇതിൽ തന്നെ എത്രയോ പ്രായമുള്ള ആളുകളൊക്കെ വെള്ള വസ്ത്രം ധരിച്ചവരുണ്ട്. അള്ളാഹു പ്രത്യേകം ബറക്കത്ത് ചൊരിയട്ടെ. അഹബ്ബു സിയാബി ഇലല്ലാഹി അൽ ബയാദു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണ്. ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ആവശ്യമാകുന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. ഒരുപാടല്ല, ആവശ്യത്തിനുള്ളത്. പെരുന്നാളിനും മറ്റുമൊക്കെ യാത്രകൾക്ക് വേണ്ടിയത്, അത് ഭർത്താവിനെ പ്രയാസപ്പെടുത്താതെ ഒരു ജോഡി വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു ജോഡി തന്നെ വാങ്ങുക. അവിടെ 10 ജോഡി എടുക്കരുത്. നമ്മുടെ അവസ്ഥ ഏതാണ്? ഒരു ജോഡി എന്ന് പറഞ്ഞ് പോകും, 3 ജോഡി ഉറപ്പായിട്ടും വാങ്ങും. അവിടെ നമ്മൾ ആവശ്യമില്ലാതെ വാങ്ങാൻ. ആവശ്യമുള്ള ഡ്രസ്സുകൾ, കാര്യങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നവരാൻ അവരെ ഇടയ്ക്കൊന്ന് കൊണ്ടുപോകണം, പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകണം, നല്ല യാത്രകൾ ചെയ്യിക്കണം. അതൊക്കെ വേണ്ടത് തന്നെയാണ്. വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഖുൽ സീറു ഫിൽ അർള് സുമ്മ ൻദുറു കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. പൈസ ഉണ്ടെങ്കിൽ അത് വെച്ച് തീരുമാനമുള്ളതല്ല. ഇടയ്ക്ക് നല്ല യാത്ര പോകണം. മുൻഗാമികളാകുന്ന ആളുകളെ ഏത് രീതിയിലാണോ അള്ളാഹു ശിക്ഷിച്ചത്, ഫിർഔനിനെ, ഖാറൂനിനെ, ഹാമാനിനെ, നമ്രൂദിനെ, ഇവരൊക്കെ ഏത് രീതിയിലാണ് നശിപ്പിച്ചത്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഈമാനുള്ളവരായി വരണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. സീറു ഫിൽ അർള്, നിങ്ങൾ യാത്ര പോകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. നല്ല ഹലാലായ ദീൻ അനുവദിച്ച നല്ല യാത്രകൾ പോകണം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യുന്നതിന്റെ പ്രതിഫലം അതാ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, 4 കാര്യം നീ ചെയ്യാതെ നീ ഉറങ്ങരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, മഹദി അവറുകളോട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, 4 കാര്യം ചെയ്യാതെ നീ ഉറങ്ങരുത്. പാവിരിക്കാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് എത്ര കാര്യം ചെയ്യണം? 4 കാര്യം ചെയ്യണം. ഐഷ ബീവി റളിയല്ലാഹു അൻഹ ചെവി കൂർത്തു വെച്ചു. ചെവി വളരെയേറെ സാബൂതം ശ്രദ്ധ ചൊരുത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 1, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി നീ ഓതണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ ദിവസവും ഖത്മ് ആക്കണം. ഖുർആൻ ഖത്മാക്കാതെ നീ ഉറങ്ങാൻ പാടില്ല. രണ്ടാമത്തത് ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തം നീ വാങ്ങാതെ നീ ഉറങ്ങരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, ഞാൻ എന്റെ വാദിന്റെ എല്ലാ അവസാനത്തിനും ജീവിതത്തിലെ അമലിന് മുതൽക്കൂട്ടാകുന്ന ഒരു വിഷയം പറയാറുണ്ട്. അതാണ് ഈ പറയുന്നത്. വളരെയേറെ ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ലാഹു വലിയ മാറ്റത്തിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരുപാട് കേൾക്കുക എന്നതുള്ളതല്ല, കുറഞ്ഞത് കേൾക്കുക, ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം നീ വാങ്ങിയിട്ടേ ഉറങ്ങാകുള്ളൂ എന്ന് ഹബീബ് റസൂലുള്ളാഹി. നാലാമത്തത് ഹജ്ജും ഉംറയും ഡെയിലി നീ നിർവഹിക്കാതെ ഉറങ്ങരുത് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലാകുന്നുണ്ട്? 4 കാര്യം വളരെ എളുപ്പമുള്ള 4 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആലോചിക്കാണ്, തലപുവിനെ ചെന്തപ്പി നബി പറഞ്ഞത് 4 കാര്യവും അസംഭവമാണല്ലോ, ഡെയിലി ഖുർആൻ മുഴുവൻ തീരണം. അങ്ങനെ തീർത്ത മഹത്തുക്കളുണ്ട്. ഷാഫി ഇമാം അത്തരത്തിലാണ്. നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരു ഖത്ം ഓതുമായിരുന്നു. റമളാനാകുമ്പോ ഡെയിലി 2 ഖത്ം തീർക്കും. 2 ഖത്ം. ഓർത്തു നോക്കിയേ അവരുടെയൊക്കെ സംഭവം എന്താണ്. അപ്പൊ ബാക്കിയുള്ള ചെയ്യില്ല, ബാക്കി എല്ലാ പരിപാടിയും ചെയ്യും. ചിന്തിച്ചു നോക്കിയ ഡെയിലി അവർക്കുള്ള കറാമത്താണത്. അവരുടെ കറാമത്താണ്. അവരുടെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും ഒരു ഖത്ം തീർക്കുക, എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തം വാങ്ങുക, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങുക, ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിക്കുക. 4 കാര്യം. ഐഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹ് ഇതെന്താ ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോൾ നബി തങ്ങൾ വീട്ടിലാണ്, നബി തങ്ങൾ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. ഈ വിഷയം പറഞ്ഞിട്ട് നബി സുന്നത്ത് നിസ്കരിക്കും. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഈ 4 കാര്യവും എങ്ങനെയാണ് സാധിക്കുക? നബി തങ്ങൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വളരെ ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയുണ്ടല്ലോ, കമ്പ്യൂട്ടറിലെ ഷോർട്ട് കട്ട്, മൊബൈൽ ഫോണിലെ ഷോർട്ട് കട്ട്, ഇപ്പൊ മൊത്തത്തിൽ ഷോർട്ട് കട്ടിന്റെ രംഗമാണ്. ഒരു വഴി നമ്മളിപ്പോ ഇവിടുന്ന് തന്നെ എന്റെ നാട്ടിലേക്ക് അടിച്ചു നോക്കുമ്പോഴത്തേക്കും 10ഉം 15ഉം വഴികൾ കാണിച്ചു തരും. കോട്ടയം ജില്ലയിലേക്ക് പോകാനുള്ള വഴികൾ ഇവിടുന്ന് കാണിച്ചു തരും. ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോയാൽ വല്ലുമ്മാടെ പറമ്പ് വഴി പോകാം, ഇങ്ങനെ പോയാൽ ചാത്താന്റെ പറമ്പ് വഴി പോകാം, ഇങ്ങനെ എല്ലാ വഴിയും കാണിച്ചു തരും. കാറ് പോകാൻ പറ്റുന്ന വഴിയാണെങ്കിൽ, സ്കൂട്ടറാണെങ്കിൽ അങ്ങനെ കാണിച്ചു തരും. അല്ലേ? എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ടിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ് 4 കാര്യത്തിനും. ഇതാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്.
ഇതെല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇനിയുള്ള നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഇത് ചിന്തിക്കണം. ഉസ്താദ് പറഞ്ഞ ഈ വിഷയം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ദീൻ പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങളൊക്കെ വേണം, നമസ്കാരം വേണം, വിഭാഗത്തുള്ള, അല്ലാതെ നിസ്കരിക്കാതെ രാത്രി ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പ്രയോജനമില്ല. ഇത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കഴിവില്ലാത്ത പട്ടിണി പാവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും. അവരും ഹജ്ജും ഉംറയും നിർവഹിച്ച സഹോദരങ്ങൾ ഉൾപ്പെടെ അമൽ ചെയ്തോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് ഈ പറയുന്നത്? ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു സൂറത്ത് എത്ര പ്രാവശ്യം ഓതുക? 3 പ്രാവശ്യം ഓതുക. കാരണം ഖുർആനിലെ 1/3 ഒരു സൂറത്തുൽ ഇഖ്ലാസ്. അത് പരിപൂർണമായി പൂർത്തീകരിക്കാൻ സാധിക്കും 3 പ്രാവശ്യം നീ ഓതിയാൽ. ഖുർആൻ ഖത്മ് തീർത്തതിന്റെ ഒരു പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്ന് പറഞ്ഞ് ആരെങ്കിലും ഹത്തോത ഏൽപ്പിച്ച 3 ഓതിയിട്ട് പൈസ വാങ്ങി പോക്കറ്റിടാനല്ല, അത് വേറെ. ഇത് രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഡെയിലി അമൽ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട്. ഖുർആൻ നമ്മൾ ഓതണം, അതോടൊപ്പം തന്നെ ഇത് നമ്മൾ അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തേത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തമല്ലേ വേണ്ടത്? അതിനൊരൊറ്റ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ചൊല്ലിക്കുക എല്ലാവരും, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. എല്ലാ അംബിയാ മുർസലീങ്ങളുടെ മേലും ആ പൊരുത്തം നിനക്ക് കിട്ടും ഈ സ്വലാത്ത് ചൊല്ലിയാലെന്ന് ഹബീബ് റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളുടെ മുഴുവൻ ആളുകളെ പൊരുത്തം, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം. അതെങ്ങനെ സമ്പാദിക്കുക? ഒരൊറ്റ ദുആ. നമ്മളൊക്കെ ജുമായിൽ പുരുഷന്മാരെ കേട്ടുപഠിച്ചതാണ്, ഒരുപക്ഷെ സ്ത്രീകൾക്ക് അതറിയാത്തുള്ളൂ. എന്ത്? അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, നീ വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇതാണ് അതിന്റെ അർത്ഥം. എങ്ങനെയാണ്? അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ ഒരൊറ്റ ദുആയോടുകൂടി ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം നിങ്ങൾക്ക് കിട്ടും. നാലാമത്തത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം ഡെയിലി കിട്ടും, ഡെയിലി കിട്ടും. ആരാണിത് പറയുന്നത്? ഹബീബ് റസൂലുള്ളാഹി. ഇതൊക്കെ വെറും കളിതമാശയാണെങ്കിൽ നബിതങ്ങൾ ഒരിക്കലും തന്റെ വിലപ്പെട്ട സമയം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിർദ്ദേശം കൊടുക്കുമല്ലോ. ഇതൊരു തമാശയായി നമ്മൾ കാണരുത്. ഇതൊക്കെ നമുക്കെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുത്താൽ അത് വലിയൊരു വിഷയം. നമുക്ക് വായിക്കൊള്ളാത്ത കുറെ വാക്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് നല്ല ദിക്റാണല്ലോ ഉസ്താദെ, അതൊരു പെത്രോട്ടം ചെല്ലണം ഉസ്താദെ എന്ന് പറയും. ഞാൻ വെറുതെ പറയാനല്ല, നമ്മുടെ സമുദായത്തിന് പറ്റിയ, പ്രത്യേകിച്ച് സുന്നികൾക്ക് പറ്റിയൊരു തെറ്റതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തെന്നടാന്ന് ഉസ്താദ് ഖത്തീബ് ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ പൊന്നു ഉസ്താദ് നമ്മൾ ഡെയിലി 40,000 എണ്ണം ചെല്ലുന്നുണ്ട്, ഉസ്താദ് എത്ര ചെല്ലും ഉസ്താദേ എന്ന് ചോദിക്കും. ഇതാണ് ആളുകൾ. സലാത്ത് നീ എന്നാ ചെല്ലടാ, ഇജാസത്ത് കൊടുക്കാണ്, അനുവാദം കൊടുക്കാണ്, നീ താജ് സലാത്ത് ചെല്ല്, ഞാൻ നാരി സലാത്ത് നീ ചെല്ലെന്ന് പറയുമ്പോൾ പറയും, ഞാൻ ഈ 2387 ഞാൻ ഇപ്പോൾ ചെല്ലിത്തീറുന്നുണ്ട്, ഉസ്താദ് എത്ര വെച്ച് ചെല്ലും ഉസ്താദേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമാകുന്ന ദിക്റുകളൊക്കെ നമ്മളങ്ങണ്ട് ഭയങ്കര സംഭവമാക്കി എന്നുള്ളൊരു ധാരണയാണ്. അതൊക്കെ നിസ്സാരവൽക്കരിച്ചു. ജീവിതത്തിൽ അർത്ഥം അറിയാത്ത ഒരു അറബി വാക്കും കൂടെ കേട്ടാൽ നമുക്ക് ഭയങ്കര സംഭവമായിരിക്കും. നമുക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം അതാണ്. അതുകൊണ്ടാണ് പലരും ദിക്റ് ചോദിക്കാൻ വരുന്ന ഉസ്താദന്മാർക്ക് അറിയാതെ അവർക്ക് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരിന്ന ദിക്റ് പറഞ്ഞു കൊടുത്താൽ അത് ചെല്ലൂല. കാരണം അത് ഞാൻ ചെല്ലി ഒരുപാട് നോക്കിയത് ഉസ്താദ്, അതുകൊണ്ടൊന്നും രക്ഷയില്ല. ഈ സംഭവം അത് ആ ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, ആ സയ്യിദിന്റെ കയ്യിൽ നിന്ന്, ആ കാദിയാരുടെ കയ്യിൽ നിന്ന്, ആ സദർ ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, ആ മുത്താലിമിന്റെ കയ്യിൽ നിന്ന്, ആ വ്യക്തിയുടെ കയ്യിൽ നിന്നൊരു ഇജാസത്ത് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് വേറെയാണ്, അത് വേറെ ഒരു പരമ്പരയാണ്, ഒരു സനതാണ്. അവിടുന്ന് കിട്ടുമ്പോൾ നിനക്കത് വേറെ രക്ഷയാണ്. അതാണ് മനസ്സിലാക്കേണ്ട. മറ്റേ നീ സനദില്ലാതിരുന്ന് എണ്ണിക്കൊണ്ടിരുന്നു നല്ല പ്രയോജനമുണ്ടോ? ഇത് കിട്ടേണ്ടവരുടെ അടുക്കൽ നിന്ന് കിട്ടിയപ്പോ അത് നീ ചെല്ല്, അതിന് വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഈ ദിക്റൊന്നും നമ്മൾ ഒരിക്കലും എന്താക്കരുത്, നിസാരവൽക്കരിക്കരുത്. ഇതൊക്കെ വലിയ അമലാണ്. കാരണം ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ആരും അറിയാതെ ഒരു പാതിരാത്രിയിൽ നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്റെ ചെവിക്കുള്ളിൽ കാതിൽ മന്ത്രിച്ചു കൊടുത്തതാകുന്ന ദിക്റുകളാണിത്. ആ ഭാര്യ ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിത്വമാണ്. അവരുടെ പേരാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആ ഭർത്താവ് ലോകത്തെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ട വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ഈ ദിക്റിന്റെ വലിപ്പം വലിയ മഹാത്മ്യമാണ്.
ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിക്കണം. അതിനെന്താ പറഞ്ഞു കൊടുത്ത ദിക്റെന്നറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഇത് പെരുന്നാൾ നിസ്കാരത്തിൽ ഓരോ തക്ബീറിന്റെ ഇടയിലും 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറിന്റെ ഇടയിലും നമ്മൾ ചൊല്ലി ശീലിച്ചിട്ടുണ്ട്, സഹോദര സഹോദരിമാരുൾപ്പെടെ. അതുപോലെ തസ്ബീഹ് റമദാനിൽ നിസ്കരിച്ചിട്ടുള്ളവർ അല്ലാത്തപ്പോൾ തസ്ബീഹ് നിസ്കരിച്ചതാകുന്ന സഹോദര സഹോദരിമാരും ഇത് പരിചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിക്ർ നമുക്കറിയാം. ആ 4 കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു, പലർക്കും ചിലപ്പം ഓർമ്മ നിൽക്കൂല, അതുകൊണ്ടാണ്. ഒന്നാമത്തത് എന്ത്? ഖുർആൻ മുഴുവൻ ഓതുക. എന്താണ് ചെയ്യേണ്ടത്? സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം. ഇതൊക്കെ ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ 3 കൊള്ളുവന്ന എന്ത് പെട്ടെന്ന് കഴിയും, വളരെ പെട്ടെന്ന് കഴിയാമെന്ന് അതേ പറയാം, 1 മിനിറ്റ് കൊണ്ട് മുഴുവൻ കഴിയും. രണ്ടാമത്തത് ഒരൊറ്റ സലാത്ത്, എല്ലാ അംബിയ മുർസലീങ്ങളുടെയും പൊരുത്തം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. മൂന്നാമത്തത് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അതിലൂടെ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും പൊരുത്തം കിട്ടാൻ. നാലാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ദിക്ർ ചൊല്ലിയാൽ ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ.